ആ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത് റേറ്റിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു വർക്കല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ റോഡിൽ ഇപ്പോൾ നിത്യം അപകടങ്ങളിലൊരു കുമാരൻ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപകടരഹിതമായിട്ട് എങ്ങനെ വാഹനം ഓടിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരാൾ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനായിരിക്കണം. ലൈസൻസ് എടുത്ത് കൊടുക്കാനായിട്ട് ആർക്കും പറ്റും. നമ്മൾ ലൈസൻസ് എടുത്ത് കൊടുക്കാമെന്നല്ല പറയുന്നത്, ഇത് വണ്ടി ഓടിപ്പിക്കുക എന്നുള്ള ഗ്യാരണ്ടി ഞങ്ങൾ തരും. 1 മാസം ക്ലാസ് കൊണ്ട് നമ്മുടെ രീതിയിൽ 1 മാസം കൊണ്ട് നമ്മൾ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ചിരിക്കും. അതാണ് ഞങ്ങൾ ഇവിടുത്തെ പഠിക്കുന്നതിൻ്റെ ഒരു ടെക്നിക്ക്. 30 ദിവസത്തെ ക്ലാസ്സാണ് നമുക്ക് സാധാരണ രീതിയിലുള്ളത്. 30 ദിവസത്തെ ക്ലാസ്സിൽ 10 ദിവസം അങ്ങനെ 30-നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെ റോഡിൽ അപകടമില്ലാതെ വാഹനം ഓടിക്കുക എന്നുള്ളതിനെ പറ്റി ഞങ്ങളൊരു പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പാറ്റേൺ അനുസരിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ 30 ദിവസത്തെ ക്ലാസ് കൊണ്ട് അപകടമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കും. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു പക്ഷേ മുഴുവനും അത് അത്ര ശ്രദ്ധിച്ച് ക്ലാസ് കൊടുത്തൊന്നും വരില്ല. നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് മാത്രം നമ്മൾ വാഹനം ഓടിക്കുക നിർബന്ധമായിട്ട് സമ്മതിക്കും. ഈ വളവുകളിലൊക്കെയാണ് കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം. നമ്മൾ ചെറിയ റോഡുകളിൽ വളവുകളിലാണ് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യത. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, വളവിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 90% ബൈക്കാരും ഓട്ടോറിക്ഷക്കാരും അങ്ങനെയുള്ള ചെറുവാഹനങ്ങളൊക്കെ റോഡിൻ്റെ 90% എടുത്തിട്ട് അങ്ങ് മുന്നോട്ട് വരുള്ളൂ. 90% അവരെടുത്തിട്ട് വരും. നമുക്ക് ആകെ പോകാൻ 10% സൈഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ 10% നമ്മൾ 20% എടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അപകടത്തിന് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വളവിൽ ഹോണടിച്ച് നിർബന്ധമായിട്ട് ഹോണടിച്ച് നമ്മുടെ നാട്ടിൽ ഹോണടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വളവിൽ നിർബന്ധമായിട്ട് ഹോണടിക്കുക, ഇടത് സൈഡ് കംപ്ലീറ്റ് ചേർത്തെടുക്കുക, ആക്സിഡൻറ്റിൻ്റെ കാലത്ത് ബ്രേക്കും വെച്ചിട്ട് സ്പീഡ് കുറച്ച് തന്നെ വളവിൽ പോകാവുള്ളൂ. അങ്ങനെ ചില കാര്യങ്ങൾ അതുപോലെ കയറ്റത്ത് നിർത്തിയെടുക്കുമ്പോൾ പലരും 4 കീഴാൻ പഠിച്ച് ലൈസൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ. അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാതെ പഠിപ്പിക്കുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് അപകടം കൂടുതലുണ്ടാവുന്നുണ്ട്. നമുക്കൊരു